Good morning. Today we are going to discuss sanitary fittings. Sanitary fittings. These are the devices or appliances required for the efficient collection and removal of wastewater from the building. ബിൽഡിങ്ങിൽ നിന്ന് വേസ്റ്റ് വാട്ടർ എഫിഷ്യൻ്റായിട്ട് കളക്ട് ചെയ്യുന്നതിനും റിമൂവ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് സാനിറ്ററി ഫിറ്റിംഗ്സ്. Sanitary fittings may be traps, water closets, flushing cisterns, urinals, inspection chambers, wash basins, sinks, bathtubs. സാനിറ്ററി ഫിറ്റിംഗ്സിൽ വരുന്നവയാണ് ട്രാപ്പുകൾ, വാട്ടർ ക്ലോസറ്റുകൾ, ഫ്ലഷിംഗ് സിസ്റ്റേൺസ്, യൂറിനൽസ്, ഇൻസ്പെക്ഷൻ ചാമ്പേഴ്സ്, വാഷ് ബേസിൻസ്, സിങ്കുകൾ, ബാത്ത് ടബുകൾ. In our today's section, we have discussing traps in detail. Traps. Traps are depressed or bent sanitary fitting holding always water in the bend so that fall gases cannot pass through this water seal or barrier. Trap. ഡിപ്രസ്ഡ് ആയിട്ടുള്ള ബെൻഡ് ഷേപ്പിലുള്ള സാനിറ്ററി ഫിറ്റിംഗ് ആണ് ട്രാപ്പ്. ഈ ഒരു സാനിറ്ററി ഫിറ്റിങ്ങിൻ്റെ ബെൻഡിൽ വെള്ളം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അതുകൊണ്ട് തന്നെ ഫോൾ ഗ്യാസസിന് ഈ ഒരു ബാരിയറിലൂടെ വാട്ടർ സീലിലൂടെ കടന്നു പോകാൻ പാസ് ചെയ്തു പോകാൻ കഴിയുകയില്ല. ഇഫ് ദിസ് വാട്ടർ സീൽ ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്, ബാഡ് സ്മെല്ലിംഗ് ഓഡേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സീവേഴ്സ് മേക്ക് ആൻ എൻട്രി ഇൻ ടു ദി റൂംസ് ആൻഡ് കോസ് ന്യൂസൻസ്. നമ്മൾ വാട്ടർ സീൽ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ബാഡ് ഓഡേഴ്സ്, സീവേഴ്സ് എന്നുള്ള ബാഡ് ഓഡേഴ്സൊക്കെ റൂമുകളിൽ എത്തിച്ചേരും, നമ്മുടെ റൂംസിലൊക്കെ എത്തിച്ചേരും. ഇത് പലതരത്തിലുള്ള ന്യൂസൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാപ്സ്. വി ക്യാൻ ക്ലാസിഫൈ ട്രാപ്സ് അക്കോർഡിംഗ് ടു ഷേപ്പ്. ട്രാപ്സിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ട്രാപ്പുകളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദോസ് ആർ പി ട്രാപ്പ്, Q trap and S trap. P trap. It is having the shape of letter P. Legs of P trap are at right angles to each other. P trapന് P ഷേപ്പ് ആയിരിക്കും. P ട്രാപ്പിൻ്റെ ലെഗുകൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. Q ട്രാപ്പ്. ഇറ്റ് റിസംബിൾസ് ദി ലെറ്റർ Q. ക്യൂ ട്രാപ്പിന് ലെറ്റർ ക്യൂ ഷേപ്പാണുള്ളത്, ക്യാപിറ്റൽ ലെറ്റർ ക്യൂയുടെ ഷേപ്പാണുള്ളത്. ക്യൂ ട്രാപ്പിൻ്റെ ലെഗുകൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ആംഗിളിലായിരിക്കും, എന്തായാലും 90 ഡിഗ്രി ആയിരിക്കില്ല. എസ് ട്രാപ്പ്. ഇറ്റ് ഹാസ് ദി ഷേപ്പ് ഓഫ് ലെറ്റർ എസ്. എസ് ട്രാപ്പിന് എസ് ലെറ്റർ ഷേപ്പാണുള്ളത്. ലെഗ്സ് ഓഫ് ട്രാപ്പ് ആർ പാരലൽ ടു ഈച്ച് അതർ. എസ് ട്രാപ്പിൻ്റെ ലെഗുകൾ പരസ്പരം പാരലൽ ആയിരിക്കും. Here you can view P trap, Q trap and S trap. Please view the shape of P trap, Q trap and S trap. We can also classify traps according to use. യൂസ്, നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ട്രാപ്പിനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്ലോ ട്രാപ്സ്, ഗളി ട്രാപ്സ്, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്സ് ഓർ ഇൻസെപ്റ്റേഴ്സ്. ഫ്ലോർ ട്രാപ്സ്. ഫ്ലോർ ട്രാപ്സ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. ഫ്ലോർ ട്രാപ്പുകൾ കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്ലോർ ട്രാപ്സ്, ആ പേരിൽ നിന്ന് തന്നെ അറിയാം ഫ്ലോറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രാപ്പാണെന്ന്. യൂസ്ഡ് ഫോർ അഡ്മിറ്റിംഗ് സർഫസ് വാഷ് ഓർ വേസ്റ്റ് വാട്ടർ ഫ്രം ദി ഫ്ലോർസ് ഓഫ് ബാത്റൂംസ്, കിച്ചൺസ്. കിച്ചണ്, ബാത്റൂം ഇവയുടെയൊക്കെ ഫ്ലോറിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ കടത്തിവിടുന്നതിന് വേണ്ടിയാണ് ഫ്ലോർ ട്രാപ്പ് ഉപയോഗിക്കുന്നത്. എ കാസ്റ്റ് അയൺ ഗ്രേറ്റിംഗ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദി ടോപ്പ് ഓഫ് ട്രാപ്പ് ടു എക്സ്ക്ലൂഡ് കോസ് സോളിഡ് മാറ്റർ. ഫ്ലോർ ട്രാപ്പിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോർ ടാപ്പിൻ്റെ മുകളിൽ കാസ്റ്റ് അയൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രേറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രേറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും വലിയ സോളിഡ് മാറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയാണ്. വേസ്റ്റ് വാട്ടർ മാത്രം കടത്തി വിട്ടിട്ട് സോളിഡ് മാറ്ററിനെ അവിടെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്ലോർ ട്രാപ്പുകളെ നാനി ട്രാപ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഗളി ട്രാപ്സ്. These are also called gullies.
ഗളി ട്രാപ്പിനെ ഗളീസ് എന്നാണ് വിളിക്കുന്നത്. യൂസ്ഡ് ടു റിസീവ് സള്ളേജ് ഫ്രം ബാത്സ്, സിങ്സ്, വാഷ് ബേസിൻസ് ആൻഡ് റെയിൻ വാട്ടർ ഫ്രം ഹൗസ് ടോപ്സ്. ഗളി ട്രാപ്പിലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് ബാത്റൂം, സിങ്ക്, വാഷ് ബേസിന് ഇവയിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടറാണ്. ഇവയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറിനെ നമ്മൾ സള്ളേജ് എന്ന് പറയും. അതുപോലെ ഹൗസ് ടോപ്പ്, ഹൗസ് റൂഫ് എന്നൊക്കെയുള്ള റെയിൻ വാട്ടറും ഇതിലൂടെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ജനറലി മെയ്ഡ് ഓഫ് സ്റ്റോൺ വെയർ, കല്ലുകൊണ്ടാണ് ഗളി ട്രാപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയും മുകളിൽ ഒരു CI ഗ്രേറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് CI ഗ്രേറ്റിംഗ് കാണാൻ കഴിയും. വാട്ടർ സീൽ ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ എ ഡെപ്ത് ഓഫ് 50 to 75 mm. ഗളി ട്രാപ്പിൽ വാട്ടർ സീല് 50 to 75 mm പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്സ്. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇന്റർസെപ്റ്റേഴ്സ്. Used at the junction of house drain and public sewer in order to prevent the fall gases produced in sewers from entering into the house drainage system. ഹൗസ് ഡ്രെയിനിൻ്റെയും പബ്ലിക് സീവറിൻ്റെയും ജംഗ്ഷനിലാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫോൾ ഗ്യാസസ് സീവറിൽ നിന്ന് ഹൗസ് ഡ്രൈനേജ് സിസ്റ്റത്തിലേക്ക് കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. The trap has an opening at the top called cleaning eye or radding arm and has tight fitting plug. ഫിഗറിൽ നോക്കൂ, മുകളിൽ റോഡിംഗ് ആം അഥവാ ക്ലീനിങ് ഐ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രാപ്പിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ്. ദിസ് ആം എനേബിൾസ് ദി ട്രാപ്പ് ടു ബി ക്ലീൻഡ് പീരിയോഡിക്കലി. ഈ ഒരു ഓപ്പണിങ്ങിലൂടെ നമുക്ക് ട്രാപ്പിനെ പീരിയോഡിക്കലി ക്ലീൻ ചെയ്യാൻ കഴിയും. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പിൽ ഉപയോഗിക്കുന്ന വാട്ടർ സീലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 75 mm ആണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്? എന്തൊക്കെയാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പിൻ്റെ അഡ്വാൻറ്റേജസ്? പ്രിവെൻറ്റ് ഫോൾ ഗ്യാസസ് ഫ്രം സീവേഴ്സ്. സീവേഴ്സിൽ നിന്നുള്ള ഫോൾ ഗ്യാസസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. പ്രിവെൻറ്റ് പാത്തോജനിക് ഓർഗാനിസംസ് ടു എൻറ്റർ ഇൻ ടു ദി ബിൽഡിംഗ് ഡ്രൈനേജ് സിസ്റ്റം. പാത്തോജനിക് ഓർഗാനിസംസ് ബിൽഡിംഗ് ഡ്രൈനേജ് സിസ്റ്റത്തിലോട്ട് എൻറ്റർ ചെയ്യുന്നതും ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്? എന്തൊക്കെയാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? റെഡ്യൂസസ് ദി വെന്റിലേഷൻ ഓഫ് സീവേഴ്സ്. സീവേഴ്സിൻ്റെ വെന്റിലേഷൻ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീപ്പർ വാട്ടർ സീൽ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദി സ്മൂത്ത് ഫ്ലോ ഓഫ് സീവേജ്. ഡീപ്പറായിട്ട് ആഴത്തിലുള്ള വാട്ടർ സീല് സീവേജിൻ്റെ സ്മൂത്ത് ഫ്ലോയെയും തടസ്സപ്പെടുത്തുന്നു. ട്രാപ്പിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട്. കൂടാതെ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പിന് ഒരു ടൈറ്റ് പ്ലഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈറ്റ് പ്ലഗിൻ്റെ ഇംപ്രോപ്പർ പ്ലേസിംഗ് വഴി ഹൗസ് ഡ്രെയിനേജിൽ ബ്ലോക്കിങ്ങിനും സാധ്യതയുണ്ട്. So in our today's section we have discussed traps in detail. In another section we can discuss other sanitary fittings in detail. Okay, thank you.